ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നേ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോന്തിപുരം പാടാണ് കേട്ടോ. ഇതിൻ്റെ സ്പോട്ട് വരുന്നത് മാപ്രാണത്താണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുള്ള മാപ്രാണത്താണ് ഈ കോന്തിപുരം എന്ന് പറഞ്ഞ ഈ സ്പോട്ട് വരുന്നത്. മാപ്രാണത്ത് നിന്നും ആമ്പല്ലൂർക്ക് പോകുന്ന റൂട്ടിലാണ് കറക്റ്റായിട്ട് ഈ സ്ഥലമുള്ളത്. ഈ സ്ഥലം ഫിഷിങ്ങിനൊക്കെ ആയിട്ട് പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഒത്തിരി ഫാമിലീസൊക്കെ വന്നിട്ട് സായാഹ്നമൊക്കെ ആസ്വദിക്കാനും ഫിഷിങ്ങിനും ഒക്കെ ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടത്. അങ്ങനെയാണ് നമ്മളിവിടെ ഒരു ഫിഷിങ്ങിനായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ഒരു പുതിയതായിട്ടൊരു ചൂണ്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഫിഷിങ് ചൂണ്ട. ഞാനൊരു ബിഗിനറാണ്. അപ്പം നമുക്കും അന്ന് വന്നിട്ട് ചൂണ്ടയിട്ടതിന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. ബിഗിനറായതുകൊണ്ട് അല്ലായിരിക്കാം, ചിലപ്പോൾ ആയിരിക്കാം. ഇവിടെ വരുന്നവർക്കും അങ്ങനെ മീനൊന്നും അധികം കിട്ടിയതായിട്ട് കണ്ടില്ല. ഞാൻ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലും ഞാൻ ഇവിടെ വരികയുണ്ടായി. വന്നപ്പോഴും ആളുകൾക്ക് കിട്ടുന്ന മീൻ എന്ന് പറയുന്നത് ചെറിയ വള്ളത്തി, പരൽ, അങ്ങനത്തെ മീനൊക്കെ കിട്ടിയെന്നുണ്ടാ. എന്നിട്ടും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ. ആ കോന്തിപുരം പാടത്ത് വൈകിട്ട് അവിടെ നല്ല ഗ്രാമാന്തരീക്ഷവും ഒക്കെ നിങ്ങൾക്ക് അവിടെ വന്നാൽ ഫീൽ ചെയ്യും. പശുക്കളും ആടുകളും അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ആളുകളും എല്ലാം നമുക്ക് ആ വഴിയിൽ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിൻ്റെ നല്ലൊരു ഫീലൊക്കെ കിട്ടും അവിടെ നിന്ന് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്, പിന്നെ ആ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയുള്ളതും കൊണ്ട് കൂടിയാണ് ഒരു പ്രത്യേക ഭംഗി എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ നമ്മളതൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഫിഷിങ്ങിന് വന്നിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നുമില്ല. അത്യാവശ്യം വന്ന് നല്ല സായാഹ്നമൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയ നല്ലൊരു കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫിഷിങ്ങിൽ അല്ലെങ്കിൽ ഈ ചൂണ്ട ഉപയോഗിക്കുന്നതിൽ ഒരു ബിഗിനറാണെന്ന്. ആയതുകൊണ്ട് തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കാസ്റ്റ് ചെയ്യാൻ പഠിച്ചു കേട്ടോ. അതുപോലെ തന്നെ ചൂണ്ട സെറ്റ് ചെയ്യാനും. അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഒരു മോട്ടോർ ഷെഡിൻ്റെ ഭാഗത്തെത്തി. ഇവിടെ വന്നിട്ടും സ്ഥിതിയിൽ മാറ്റമൊന്നുമില്ല, നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഫ്രോഗ് ഞാൻ മാറ്റിയിട്ട് ഞാനൊരു മീനിൻ്റെ ഒരു മെറ്റലിൻ്റെ ഒരു ലൂർ എടുത്തിട്ട് കാസ്റ്റ് ചെയ്തു കേട്ടോ. പക്ഷെ അത് ആ ചാലിനൊട്ടും സൂട്ടല്ലായിരുന്നു. നിറയെ ചണ്ടികളിലൊക്കെ തങ്ങി തടഞ്ഞ് ഒരു കണക്കിനാണ് ഞാനത് വലിച്ച് കരക്കി കയറ്റിയതിട്ടാ. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മൾ തോൽക്കാൻ തയ്യാറല്ല. ഇനിയും ഫിഷിങ്ങുമായിട്ട് വെറൈറ്റി ഐഡിയാസുമായിട്ട് മീൻ കിട്ടുന്നത് വരെയുള്ള ഒരു പ്രയത്നം ഉണ്ടാവും. അതും അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ മറ്റൊരു ഫിഷിംഗ് വീഡിയോയിലൂടെ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു കേട്ടോ.